എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പാർട്ട് 12 ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാലറി ഡീറ്റെയിൽസിനെ പറ്റി പഠിച്ചു. അതിന് മുമ്പ് അതിൻ്റെ സിമ്പിൾ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റ്. ഈ മാർക്ക് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ ആവറേജോ പെർസെൻറ്റേജോ നമുക്ക് അതിലേക്ക് റിസൾട്ട് മീൻസ് പാസ്സാണോ ഫെയിലാണോ, ഗ്രേഡ്, ഇത്രയും നമുക്ക് പഠിക്കാം. ടോട്ടലും ആവറേജും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ടോട്ടൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഹോം ടാബിൽ ഓട്ടോ സമ ഡ്രാഗ് ചെയ്യാം. അതുപോലെ ആവറേജ് ആണെങ്കിൽ സിമ്പിൾ ഒന്നെങ്കിൽ ഫംഗ്ഷൻ ഉപയോഗിക്കുക, ഈക്വൽ ടു ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുക. അപ്പോൾ മാർക്ക് ലിസ്റ്റ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മാർക്സ് മീൻസ് ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്. അപ്പോൾ 3 ഉള്ളത് 3 ഇതാണ് നമുക്ക് ആവറേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിസൾട്ട് കണ്ടെങ്കിൽ നമുക്ക് പാസ് ആണോ ഫെയിലാണോ, പാസ് ആണോ ഫെയിലാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഈഫ് കണ്ടീഷൻ. ഈഫ് കണ്ടീഷൻ നമുക്ക് ഫോർമുലയിൽ ലോജിക്കലിലുണ്ട്. ഇത് ഒരു മെനു വഴി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫോർമുല ടൈപ്പ് ചെയ്താലും മതി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ലോജിക്കൽ ഈഫ് എടുക്കുക. ഈഫിൽ ഇവിടെ ലോജിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതായത് ഈ ഈഫ് എന്ന് പറയുന്നത് നമുക്ക് എക്സലിൽ പഠിക്കാം, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കാനും ഈഫ് കണ്ടീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈഫ് കണ്ടീഷൻ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ ഇപ്പോൾ ആവറേജ് ബേസിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ 40 എബോവ് ആണെങ്കിൽ പാസ്, 4 താഴെയാണെങ്കിൽ ബിലോ ആണെങ്കിൽ അത് ഫെയിലായി. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ കൊടുക്കുക ആവറേജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 40. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. 40 എബോവ്, അതായത് F3 എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ആ ആവറേജ് 40 എബോവ് ആണെങ്കിൽ പാസ്സായിരിക്കും, അല്ലെങ്കിൽ ഫെയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 40 ബിലോ പോകുമ്പോഴായിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്, ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുക, പാസ്. അപ്പോൾ 40 ബിലോ ഉള്ളത് ഒരെണ്ണേ ഉള്ളൂ, 34.67. അത് നമുക്ക് ഫെയിലായിരിക്കും. ഇത് ഒരു മെത്തേഡ്. അല്ല എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന അത് ഫോർമുല ടൈപ്പ് ചെയ്യാം. ഈഫ് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ആവറേജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 40, കോമ, ആ കണ്ടീഷൻ കൊടുത്തതിന് കോമ കൊടുക്കുക, മെസ്സേജ് കൊടുക്കുക, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം. വാല്യൂ ട്രൂ എന്നുള്ള മെസ്സേജ് ആണെങ്കിൽ നമുക്ക് എന്താണ് മെസ്സേജിൽ കൊടുക്കുന്ന പാസ്, കോമ, ഫെയിൽ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ പാസ്. അപ്പോൾ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ പാസ്, കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഫെയിൽ. എൻ്റർ ചെയ്യുക. ഇതാണ് നമുക്ക് റിസൾട്ട്, പാസ് ഓർ ഫെയിൽ. ഇനി ഗ്രേഡ് ആണെങ്കിൽ ഈക്വൽ ടു ഗ്രേഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ സ്കൂൾ ലെവലൊക്കെ 80 എബോവ് ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റിങ്ഷൻ, 60 എബോവ് ഫസ്റ്റ് ക്ലാസ്, 50 എബോവ് സെക്കൻഡ് ക്ലാസ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഗ്രേഡ് വെച്ചിട്ട് കൊടുക്കാം. നമുക്ക് 80 എബോവ് ആണ് എ ഗ്രേഡ്, അല്ലെങ്കിൽ 90 എബോവ് ആണ് എ ഗ്രേഡ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കുക. നമുക്ക് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് അതേ രീതിയിൽ നമ്മൾ കൊടുക്കുക. ഈഫ് കണ്ടീഷൻ കൊടുക്കുക. ഈഫ് ആവറേജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 എബോവ് ആണെങ്കിൽ എ, കോമ. അതായത് നമ്മൾ കണ്ടീഷൻ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ആ മെസ്സേജ് കണ്ടീഷൻ കൊടുത്ത ശേഷം കോമ കൊടുക്കുക, മെസ്സേജ് കൊടുത്ത ശേഷം കോമ കൊടുക്കുക. അടുത്ത ഈഫ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുക. അതായത് നെസ്റ്റഡ് ഈഫ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിനെ. അതായത് ഒന്നിൽ കൂടുതൽ ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യുക.
ഇപ്പോൾ റിസൾട്ട് പാസ് ഫെയിൽ നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ ഇഫ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ കോമ ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാം. ഇഫ് ആവറേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60, കോമ ബി കോമ നെക്സ്റ്റ് ഇഫ് average greater than or equal to 50, comma double quotes ന്റെ ഉള്ളിൽ CA, comma next if 40 above വരെയാണ് നമുക്ക് 40 വരെയാണ് നമ്മൾ എടുക്കുന്നത്. average greater than or equal to 40, comma ഡി. ഇനി നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഞാൻ അവിടെ തന്നെ നമുക്ക് കോമ ഇട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് എത്ര ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യാനുണ്ട്? 1 2 3 4 ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാനുണ്ട്. 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എൻ്റർ ഡ്രാഗ് ചെയ്യാം. ഇതാണ് ഗ്രേഡ്. ഈ ഗ്രേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയില്ല എങ്കിൽ നമുക്ക് ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. കോമയോ അല്ലെങ്കിൽ ഇത് ബ്രാക്കറ്റൊക്കെ ക്ലോസ് അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അത് എറർ ഫോർമുലയായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.